അവളെ എൻ്റെ കൈക്കിട്ട് അവളെ മണ്ണെടുത്തവളെ കത്തിഞ്ഞവളെയാണ്. നിറഞ്ഞപ്പം അമ്മയ്ക്ക് എന്നാ തോന്നിയായിരുന്നു? തോന്നിയതാ എനിക്ക് അവളെ വെട്ടിൽ വെച്ച് കത്തിക്കാൻ എനിക്ക് തോന്നി. അമ്മായിമ്മേനെ പാവം മൂത്താത്ത പാവം എൻ്റെ അമ്മ. നമസ്കാരം. കോട്ടയം ഏറ്റുമാനൂർ അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണമാണോ കൊലപാതകമാണോ എന്ന് ഇപ്പോഴും ഡൗട്ടാണ്. ജിസ്മോളും രണ്ട് പൊടി കുഞ്ഞുങ്ങളും 1.5 വയസ്സും 4 വയസ്സും മാത്രം പ്രായമുള്ള 2 പെൺമക്കളെയും കൊണ്ട് എന്ത് ചെയ്തു? ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ജിസ്മോൾ അത് ആത്മഹത്യയാണോ ആരെങ്കിലും കൊന്നുകൊണ്ട് ഇട്ടതാണോ എന്നുള്ള ഡൗട്ട് ഇപ്പോഴും നിൽക്കുന്നു. കാരണം ആത്മഹത്യ ചെയ്ത മണിക്കൂറുകൾക്കകം 1 മണിക്കൂർ പോലും തികഞ്ഞില്ല. അതിനു മുമ്പ് ബോഡികൾ പൊങ്ങി. അതെങ്ങനെ പൊങ്ങി? 24 മണിക്കൂർ കഴിയാതെ ബോഡി എങ്ങനെ പൊങ്ങി എന്നുള്ളൊരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ഞായറാഴ്ച മുതൽ അച്ഛൻ കടന്ന് വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അതായത് ഞായറാഴ്ച മുതൽ ഫോൺ ഓഫാണ്, ഫോൺ കിട്ടുന്നില്ല ആർക്കും എന്നുള്ളതും ഇതെല്ലാം സംശയാസ്പദമായ വിഷയങ്ങളാണ്. അതുമല്ല, ജിസ്മോൾ എങ്ങനെയാണ് ഈ 1.5 വയസ്സുള്ള കുട്ടിയെയും അല്ലെങ്കിൽ ഒരു 4 വയസ്സുള്ള കുട്ടിയെ എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെയുള്ള ആറ്റിലേക്ക് കൊണ്ടുപോയത്? അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. എങ്ങനെ കൊണ്ടുപോയി? അതിന്റെ CCTV ദൃശ്യങ്ങളൊന്നും ഇതുവരെ കേട്ടും പുറത്തു വിട്ടിട്ടില്ല, അല്ലെങ്കിൽ പുറത്തു വന്നിട്ടില്ല. ആ ഒരു വീടൊഴികെ ബാക്കി 2.5 കിലോമീറ്ററിന് അകലെ അതുവരെ പലതരത്തിലുള്ള പല CCTVകളും ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും ദൃശ്യങ്ങൾ പുറത്തു വരുന്നില്ല. എന്തുകൊണ്ട്? ഇനി വേലക്കാരി പറയുന്നുണ്ട് 8 മണിക്ക് കണ്ടു, 8:30 ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്നൊക്കെ വേലക്കാരി പറയുന്നുണ്ട്. വേലക്കാരിയുടെ പറച്ചിൽ അല്ലെങ്കിൽ വേലക്കാരിയുടെ പിന്നീട് അവതരണം നമുക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമോ? വേലക്കാരി ആരെങ്കിലും സഹായിക്കുകയാണോ എന്നുള്ള ഡൗട്ടുണ്ട്. അടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ എന്താണ്, ഈ കൊച്ചിന്റെ കരച്ചിൽ കേട്ടു എന്ന് പറയുന്നുണ്ട്. കൊച്ചിന്റെ കരച്ചിൽ യഥാർത്ഥത്തിൽ കേട്ടതാണോ അതോ കേൾപ്പിച്ചതാണോ? യഥാർത്ഥ കരച്ചിലാണോ അതോ ഇനി വല്ല ഈ പറഞ്ഞതുപോലെ വല്ല റെക്കോർഡും ചെയ്ത് കേൾപ്പിച്ചതാണോ എന്നുള്ള ഡൗട്ടുണ്ട്. കാരണം ഈ അമ്മായിയമ്മ അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മായിയമ്മയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജിമ്മിയുടെയോ ചെറിയ കുത്തുവാക്കുകൾ കാരണം ഈ പറയുന്ന ജിസ്മോൾ എന്ന് പറയുന്ന അഡ്വക്കേറ്റായ വെൽ എഡ്യൂക്കേറ്റഡ് ആയ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള, അല്ലെങ്കിൽ എങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാമെന്നുള്ള ജിസ്മോളെ ഈ ഒരു ചെറിയൊരു കാരണം പറഞ്ഞുകൊണ്ട് സ്വന്തം 2 കൊച്ചുകളെയും കൊന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുമോ എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ. കാരണം പല ഓപ്ഷൻസുകൾ ആർക്കുണ്ടായിരുന്നു? ഈ ജിസ്മോൾക്കുണ്ടായിരുന്നു. വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടുന്ന് മാറാം, കേസ് കൊടുക്കാൻ ഒരു വക്കീലും കൂടിയാണ്, കേസ് കൊടുക്കാമായിരുന്നു. മനസ്സിലായോ? വേറൊരു വീട്ടിലോട്ട് മാറാമായിരുന്നു. അച്ഛനായിക്കോട്ടെ, സഹോദരങ്ങളുടെ എല്ലാവരും UK അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ വളരെ നല്ലൊരു നിലയിൽ പിന്നീട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ട് കൂടി എന്തിന് ഈ കടുങ്കൈ ചെയ്തു? അതോ ജിസ്മോളെ തലേദിവസം കൊന്ന് ആരെങ്കിലും കൊണ്ട് കാറിലോ മറ്റെന്തോ കൊണ്ട് അതിനകത്ത് തള്ളിയതാണോ? അതുകൊണ്ടാണോ ഈ പറയുന്ന ശവങ്ങൾ അല്ലെങ്കിൽ ബോഡി എന്ത് ചെയ്തത് 1 മണിക്കൂറിനകം പൊങ്ങിയത് എന്നുള്ളത് വളരെ സംശയാസ്പദമായ വിഷയമാണ്. ഇനി ഈ ജിസ്മോള് മരിച്ചതിന് ശേഷം നമുക്കറിയാലോ, ഈ സാധാരണക്കാരിൽ അല്ലെങ്കിൽ ഒരുപാട് പിന്നീട് ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരമ്മാമ അവരുടെ മനസ്സിലുള്ള വികാരം തുറന്നു പറയുന്ന ഒരു വീഡിയോ കേരളീയം ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ചെറിയ ക്ലിപ്പ് കാണിക്കും. അത് സത്യം പറഞ്ഞാൽ ഓരോ അമ്മമാരിലെ ഓരോ ഏജ്ഡ് ആയിട്ടുള്ളവരും ആഗ്രഹിക്കുന്നു. അതായത് ഈ അമ്മായിയമ്മ എന്ത് ചെയ്യണം? മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം എന്നാണ് പറയുന്നത്. എന്റെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ വെട്ടിക്കൊല്ലുമായിരുന്നു എന്നും ഈ പറയുന്ന നമ്മുടെ ഈ ഒരു അമ്മാമ പറയുന്നുണ്ട്. അമ്മാമയുടെ വാക്കുകൾ, അമ്മാമ നല്ല രീതിയിൽ നല്ല പൂരത്തെറി വിളിക്കുന്നുണ്ട്. ഈ പറയുന്ന ഈ അമ്മായിയമ്മയെയും അമ്മായിയമ്മയുടെ മകനെയും നല്ല പൂരത്തെറി വിളിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒരിക്കലും നിങ്ങൾക്ക് പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ തയ്ക്കില്ല. ഞാൻ പറഞ്ഞിരിക്കാം, ഇവിടെ അമ്മായിമ്മ ആദ്യം തല്ലിക്കൊണ്ടവളെ. ആ കൂടെ ഞാൻ നിൽക്കാം, തീരുള്ള ആരും ആ കൂടെ ഞാൻ നിൽക്കും. എനിക്ക് 2 പിള്ളേരുള്ള അവൾ ഒരിക്കൽ ചെയ്ത അവൾ തെറ്റായിട്ടാണ് ചെയ്തത്. എന്നിട്ടുള്ള 2 വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞാൽ മാനെ പിള്ളേർക്കെല്ലാം അറിയാമാനെ. 5 വയസ്സിന് കഴിഞ്ഞ കൊണ്ട് ആക്കിയിരുന്നു. അവർക്ക് വന്നാൽ പിന്നെ പിള്ളേർ അനാഥ വന്നിട്ട് കൂടെ പിള്ളേർ നഷ്ടം പോലെ ഇവിടെ. ഈ അമ്മമ്മ പറയുന്നത് ഇത് വളരെ കറക്റ്റാണ് കേട്ടോ. 2 വയസ്സും അല്ലെങ്കിൽ 1.5 വയസ്സും 4 വയസ്സും പറഞ്ഞ കുട്ടികൾക്ക് വല്ലതും എന്തെങ്കിലും അറിയാം, അവർക്ക് അനാഥാലയത്തിൽ കൊണ്ടാക്കിക്കൂടെ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അവളെ എൻ്റെ കൈക്കിട്ട് അവളെ മണ്ണെടുത്തവളെ കത്തിഞ്ഞവളെയാണ്. എനിക്ക് 2 പിള്ളേരുള്ള 10 മാസം ഒന്ന് പുസ്തകത്തിന് വേണ്ട പെണ്ണൊക്കെ അടുത്തുള്ളൂ. ആണുങ്ങളും മണ്ടക്കെട്ട് കയറിക്കെട്ട് മക്കളെ ഉണ്ടാക്കിയാൽ മതി. അറിയോ? ഈ പെണ്ണുങ്ങളുടെ 10 ദിവസം പ്രസവിക്കുന്ന വേറെ പെണ്ണൊക്കെ വിഷമമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ചാനലാണെങ്കിൽ അവിടെ ആദ്യം അവിടെ കെട്ടിയത് അവിടെ അമ്മായിമ്മ തല്ലിപ്പടിക്കും. നിങ്ങളോ ആ കൂടെ ഞാൻ നിങ്ങളോട് വരാം. മനസ്സിലായി? ആണുങ്ങളുടെ മണ്ടയിലോട്ട് വലിഞ്ഞു കയറി കുട്ടികളെ മാത്രം ഉണ്ടാക്കിയാൽ പോരാ. അമ്മായിമ്മയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അവളെ വെട്ടിക്കൊല്ലണം. നിങ്ങൾ ചാനലായിട്ടിരുന്ന പോലെ നിങ്ങൾ ഇതിനെ
സംപ്രേഷണം ചെയ്യണം, അവിടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം. ഇത് സാധാരണക്കാരന്റെ ഒരു വികാരമാണ്. എല്ലാവരും വിചാരിച്ചത്, കാരണം ഈ 2 പൊടി കുട്ടികൾ മരിക്കുമ്പോൾ അതിന് കാരണക്കാരിയായത് ഈ പറയുന്ന അമ്മായിയമ്മയാണെങ്കിൽ അവരെ കൊല്ലാൻ തന്നെ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവരെ പിന്നെ ഈ രീതിയിലായിരിക്കും സാധാരണക്കാർ ചിന്തിക്കുക. അതിന്റെ ഒരു സാധാരണക്കാരന്റെ സത്യം പറഞ്ഞ ഒരു വാക്കുകളാണ് ഈ അമ്മാമ്മയുടെ വായിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇനിയും അറിയാമോ, എനിക്ക് ഞാൻ എൻ്റെ മക്കളെ 2 പെണ്ണുങ്ങളെ കെട്ടിച്ചു വിട്ടാം. 10 മാസം അന്ന് പ്രസവിക്കുന്ന മേലെന്നല്ല പെണ്ണുങ്ങൾക്ക് അടുത്തുള്ളൂ. ആണുങ്ങൾ ഇമ്മ പെണ്ണുങ്ങളെ മറ്റക്കെട്ട് കയറി കടച്ചാൽ മതി. അറിയാമോ, അത് ഞാൻ പറഞ്ഞപ്പം അമ്മയ്ക്ക് എന്നാ തോന്നിയായിരുന്നു? തോന്നിയതാ, എനിക്ക് അവളെ വെട്ടിൽ വെച്ച് വെച്ചിട്ടാണ് എനിക്ക് തോന്നി. അമ്മായിമ്മേനെ എനിക്കതേ തോന്നുള്ളൂ. അമ്മായിമ്മേനെ വെട്ടിൽ ഒഴിച്ച് അവളെ കത്തിക്കണം. അവളെ വെട്ടിൽ അവിടെ കെട്ടിയാലും കത്തിക്കണം. ഇവിടെ കെട്ടിയത് കത്തികൾ എൻ്റെ വലിയ കോൺട്രാക്ട് തിളകത്തുണ്ട്. അവനെ ആദ്യം തല്ലിക്കൊഴിച്ച് കൊണ്ടാൽ ഇവരെ ശവം കൊണ്ട് നടക്കാൻ വേണ്ടി. ഇവനെ ഞാൻ പറഞ്ഞിട്ട് ഇവനെ ശവം ഈ പിള്ളേരെ പെമ്പളത്തിൽ പരിചയം കാണാൻ ഇവരെ അനുവദിക്കരുത്. പോലീസുകാർ ഇവരെ അനുവദിക്കില്ല. പോലീസുകാരുടെ കൈക്കൂലി വെച്ചോണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പോലീസുകാർ കൈക്കൂലി കൊടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കത് അറിയാം. അമ്മായിയമ്മയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. അമ്മായിയമ്മ മാത്രമല്ല, ആ അമ്മായിയമ്മയുടെ ഭർത്താവ്, അതായത് അമ്മായിയപ്പനെയും ഇതുപോലെ ചെയ്യണമെന്നുള്ള ഈ അമ്മാമ്മയുടെ രോക്ഷമാണ്, അവരുടെ സങ്കടമാണ്. ആ കുട്ടികളും അപ്പൊ ജിസ്മോൾ വളരെ പാവമാണെന്നൊക്കെ ഈ അമ്മാമ്മ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ദേഷ്യമാണ്, ഒരു സാധാരണക്കാരന്റെ ദേഷ്യമാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അവളെ ഇവിടെ അവളെ കെട്ടിയാലും അവിടെ അമ്മായിനെ കെട്ടി അവളെ വെട്ടിക്കൊല്ലി കളയാണ്. അറിയാം, ഞാൻ ജയിലിൽ പോയി കിടന്നാലും മേടിയല്ല. അവളെ കൊന്നേശം ഞാൻ ഇവിടുന്ന് പോകണയാണ്. ഉറപ്പായത് അവിടെ അമ്മായിമ്മനെ എങ്ങനെ എൻ്റെ കൈ കിട്ടുവാണെങ്കിൽ അവളെ വെട്ടി ഇവിടെ ഈ റോഡിൽ വന്നാൽ അവിടെ വെട്ടി ഞുറുക്കിട്ട് ഞാൻ പോകും. ഞാൻ അറിയാം, പെണ്ണുങ്ങളാണല്ലോ ഒരു അവിടെ മകൻ്റെ ഭാര്യയല്ലേ, അവളെന്തിനു ഈ പരിപാടി കാണിച്ചോളൂ. അമ്മായിമ്മ കുശുമ്പല്ലേ അവിടെ. ഈ കെട്ടി വരുന്ന പെണ്ണുങ്ങൾ ചിലപ്പം ഈ അമ്മായിമാരാണ് കൂടുതലും കുശുമ്പ. ചില അമ്മായിമാർ പാവം കേട്ടോ, എല്ലാവരും മറ്റും പറയാം. ചില അമ്മായിമാർ പാവമാണ്. പക്ഷെ ഈ അമ്മായിയമ്മയെ ഞാൻ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലും എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് തന്നെയാണ് സാധാരണക്കാരുടെ വികാരം, അവരുടെ വീട്ടിനടുത്തുള്ളവരെല്ലാവർക്കും. കാരണം ആ ജിസ്മോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ജിസ്മോൾ എല്ലാവർക്കും വളരെ സഹകരണമായിരുന്നു. കാരണം പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരോടും വളരെ സഹാനുഭൂതി കാണിച്ച ഒരു സ്ത്രീ ആയിരുന്നു ഈ പറഞ്ഞ ജിസ്മോൾ. അപ്പൊ ജിസ്മോൾ മരിക്കുകയും പിന്നെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ 8ഉം പൊട്ടും തിരിയാത്ത ഒന്നും പറഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങളും കൂടി മരണപ്പെട്ടപ്പോൾ ആ ഒരു വികാരമാണ് ഈ പറയുന്ന അമ്മായിയമ്മയാണ് അതിന് കാരണക്കാരി, അല്ലെങ്കിൽ അമ്മായിയമ്മയും അവന്റെ മകനും അമ്മായിയപ്പനുമാണ് ഇതിന് കാരണക്കാരി എന്ന് അറിയുമ്പോൾ ഒരു സാധാരണക്കാരെ ഒരു അമ്മാമ്മക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അതൊക്കെ അവർ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. കേൾക്കാം. നമ്മളൊക്കെ അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാം. ഇവളെ ഈ അമ്മായിയമ്മനെ അവളെ തീ കൊടുത്തി, അവളെ കുറച്ച് ഗുരുവോളം ടീച്ചറും കൂടിയായിരുന്നു. കേക്ക് ഇവിടെ മുഖത്തോട്ട് പോയി ചാൻസ് പറയണ കാര്യങ്ങളോ. അവളെ കുറച്ച് കുരുവോളം തിളപ്പിച്ചിട്ട് അവിടെ മുഖത്തോട്ട് കുറച്ച് കുരുവോടും മുളകുപൊടിയും കൂടെ കലക്ക് വെച്ചിട്ട് അവൾ മരിച്ചില്ലെങ്കിൽ കുറച്ച് കറം കൊണ്ട് അടച്ചു വിട്ട് അവിടെ കണ്ണാത്തോട്ട് അവിടെ തേക്കണം അവളെ. എന്നിട്ട് അപ്പോൾ കൊല്ലാക്കൊല അവളെ ചെയ്യണം. അത് ഞാൻ പറയുള്ളൂ. ആ ഒരു 3 ജീവൻ ഒരുമിച്ച് ഒരു കുഴിയിൽ ഇറക്കണ്ടേ. അതിന് നിങ്ങൾ ചാനൽ കാണാൻ വേണ്ടി എന്നാ കുഴപ്പമാണ് എനിക്ക് പ്രശ്നം എനിക്കില്ല. പക്ഷേ ആണെങ്കിലും മുഖത്ത് മീശ ഉണ്ടെങ്കിൽ കണ്ടോ, നിങ്ങൾ അന്തസ്സായിട്ട് നിങ്ങളാ നടത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചാകുക. പിന്നെ എന്തിനാ ഈ ചാനലാണ് കൊണ്ടുപോയി മറന്ന് നടക്കുന്നത്? പാവം മൂച്ചാച്ച പാവം. എൻ്റെ അമ്മ ആ പാവാണെങ്കിൽ സ്വന്തം ഭാര്യയെ കൊല്ലാൻ വേണ്ടി അവൻ കൂട്ടി വെച്ചില്ലല്ലോ. അപ്പോ അമ്മാമ്മ വളരെ കലിപ്പിലാണ്. ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്. സ്വന്തം മക്കൾക്ക് സംഭവിച്ചത് പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമ്മ അവിടെ പറയുന്നത്. സ്വന്തം മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരു അമ്മാമ്മ എങ്ങനെ പ്രതികരിക്കും, അതിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ എന്തായാലും നമുക്കറിയാം ഈ ജിസ്മോളുടെ വേർപാട്. ജിസ്മോൾ മാത്രമല്ല 2 കുട്ടികളും കൂടി മരിച്ചത് ഒരിക്കലും ഞാൻ ഇപ്പോഴും പറയുന്ന കുട്ടികളെ കൊണ്ട് കൊലക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. അതിനാൽ ഈ പറഞ്ഞതുപോലെ അനാഥാലയത്തിലേക്ക് കൊണ്ടിട്ട് അവർ എങ്ങനെയെങ്കിലും വളർന്നു വരുന്നത്. കാരണം അവരുടെ അനുവാദമില്ലാതെ അവരുടെ സമ്മതമില്ലാതെ ബലമായിട്ടൊക്കെ ചെയ്യുന്നത് വളരെ സങ്കടം തന്നെയാണ്. ഇത് നമ്മൾ പ്രോത്സാഹിപ്പിച്ച നാളെയും ഇത് ആവർത്തിക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, അങ്ങനെ ആരും ചെയ്തത് ഒരു കൊലപാതകമായിട്ട് എനിക്കത് കാണാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് ബലമായ സംശയമുണ്ട്. ജിസ്മോൾ ഈ കേൾക്കുന്നത് ഒന്നുമല്ല സത്യം, ഇതൊന്നല്ല, മറ്റെന്തോ സത്യങ്ങൾ മറമാറ്റി പുറത്തു വരാനായിട്ടുണ്ട്. വലുതെന്തോ സംഭവിച്ചിരിക്കുന്നു. ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു. അല്ലാതെ ഒരു അമ്മായിയമ്മ അവിടെ ഇരുന്ന് കുത്തുവാക്കുകൾ പറഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ ഭർത്താവ് അവിടെ വന്ന് തന്നെ സംശയിച്ചത് കൊണ്ടോ, സംശയയോഗീന്ന് പറയുന്നത് ഫോൺ വാങ്ങിച്ചു വെച്ചത് കൊണ്ടോ ഒന്നും സ്വന്തം 2 മക്കളെ 1.5ഉം 4ഉം വയസ്സുള്ള 2 മക്കളെ കൊല്ലാനുള്ള മനസ്സെങ്ങനെ ജിസ്മോൾക്ക് വന്നു? അതോ ഇനി ഇവരെ കൊന്നതോ?
ഇവരെ നേരത്തെ തലേ ദിവസമേ കൊണ്ട് വെള്ളത്തിനകത്ത് തള്ളിയതോ ഇതിന്റെയും ഒരു വ്യക്തത വരാനായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി നമുക്ക് വേണ്ടി കാണാം. ജയ്.